Wish you all a cheerful and wonderful day ahead. പ്രാസംഗികൻ എന്ന വാക്കിന് മലയാളത്തിൽ അർത്ഥം പ്രസംഗിക്കുന്ന ആളെന്നല്ല. എന്നെ പല യോഗങ്ങളിലും പലരും പങ്കെടുക്കാൻ വിളിക്കുമ്പോൾ ചില സ്വാഗത പ്രസംഗകർ സ്നേഹം കൂടിയിട്ട് ക്വിസ് മാസ്റ്റർ, എഴുത്തുകാരൻ എന്നിങ്ങനെ പല രീതികളിൽ യശശരീരനായ GS പ്രദീപ് എന്ന് പറയും. അപ്പം ഞാൻ പറയും സാരമില്ല, ഒന്നല്ലേ ഉള്ളൂ. മറ്റു ചിലർ നല്ല പ്രാസംഗികനാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നും. കാരണം പ്രാസംഗികൻ എന്നാൽ പ്രാതക്ഷണമില്ലാതെ സംഗമിച്ചവൻ, വലിഞ്ഞു കയറി വന്നവനെന്നേ അർത്ഥമുള്ളൂ. പ്രസംഗിക്കുന്ന ആളിന് പ്രസംഗകൻ എന്നതാണ് വാക്ക്. പക്ഷെ ഇവിടെ ഞാൻ പ്രാസംഗികനാണ്. ഞാൻ ഇങ്ങോട്ട് നിങ്ങളൊക്കെ സംസാരിക്കാൻ വന്ന ആളല്ല. കൊച്ചിയിൽ നിന്നൊരു അടിയന്തര മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് വന്നിട്ട് ഊണ് കഴിക്കാൻ പോകുന്ന വഴി എൻ്റെ ഭാര്യ ഈ കലാമേളയ്ക്കിടയിൽ ഒരു ജഡ്ജായി ഉണ്ടല്ലോ, അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞെങ്കിൽ ഊണ് കഴിക്കാൻ കൊണ്ടുപോകാം എന്ന് കരുതി വന്നപ്പോഴാണ് ഈ ജോലിയൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് മിണ്ടാതെ തിരികെ പോയപ്പോഴാണ് അച്ഛനും ഇതിൻ്റെ ചെയർമാനും ഒക്കെ നിർബന്ധിച്ചത്. പിന്നെ കൂടെ എൻ്റെ സുഹൃത്ത് മിയ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ശരി ആയിക്കോട്ടെ എന്ന് കരുതി. കുറച്ച് രക്ഷകർത്താക്കളും കുട്ടികളുമുണ്ട്. എല്ലാ മനോഹരമായ കലാപരിപാടികൾ നടക്കുകയാണ്. ഞാൻ മുകളിൽ പറയുകയായിരുന്നു, മുകളിൽ ക്ലാസ്സിൽ വേദിയിൽ സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, കലോത്സവങ്ങൾക്ക് നിങ്ങളുടെ മക്കളിലെ പ്രതിഭ കണ്ടെത്താൻ കഴിയും. പക്ഷേ യഥാർത്ഥ കല ആരംഭിക്കുന്നത് ഈ മത്സരങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു കാലത്തിൽ മാത്രമാണ്. മത്സരമില്ലാതിരിക്കുന്നിടത്താണ് ശരിയായ കലയുണ്ടാകുന്നത് എന്ന് നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെയും മനസ്സിലാഴത്തിൽ പതിയാൻ ഈ വേദി കാരണമാകണം, ഇത്തരം വേദികൾ. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഈ ജയിക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടിയേ അല്ല ഉത്സവങ്ങൾ നടക്കുന്നത്, മറിച്ച് ജയിക്കുമ്പോൾ എത്ര കണ്ട് ആഹ്ലാദം ഉണ്ടാകുമോ അതുപോലെ ആഹ്ലാദത്തോടെ നിറഞ്ഞ മനസ്സോടെ തോൽക്കാനും തയ്യാറാകുന്ന കുട്ടികളെ സൃഷ്ടിക്കാൻ കഴിയുമ്പോൾ, പരാജയത്തിലും സുഗന്ധമുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ചിത്രശലഭങ്ങളെ കണ്ടെത്താൻ കഴിയണം. കാരണം ഇന്ന് തോറ്റുപോയവരുടേതാണ് നാളെയുള്ള വിജയം. അതുപോലെ ലോകത്തിൽ പലയിടങ്ങളിലും അങ്ങനെ ആകണ്ട. പക്ഷെ ഇവിടെ കലോത്സവങ്ങൾ നടത്തേണ്ടത് തോറ്റുപോകുന്നവരെ ഡെഡിക്കേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയാണ്. കേരളത്തിലെങ്കിലും ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും ഫെസ്റ്റിവൽസൊക്കെ ഉണ്ടല്ലോ, ഉത്സവങ്ങൾ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോയാൽ അറിയാം, പംകിൻ ഫെസ്റ്റിവൽ, പീച്ച് ഫെസ്റ്റിവൽ, ഓറഞ്ച് ഫെസ്റ്റിവൽ, എല്ലാ ഫെസ്റ്റിവലുകളും ഉണ്ട്. ലക്സംബർഗിൽ പിങ്ക് ഫെസ്റ്റിവൽ, നിറങ്ങളുടെയും പഴങ്ങളുടെയും ഒക്കെ പേരിൽ. ഈ ഉത്സവങ്ങൾക്കെല്ലാം പിന്നിലുള്ള കാരണം വിജയത്തെ ആഘോഷിക്കാനാണ്. ദൈവം വിജയിച്ചതിൻ്റെ ഓർമ്മ, രാജാവ് വിജയിച്ചതിൻ്റെ ഓർമ്മ, ഒരു ഗോത്രവർഗം മറ്റൊരു ഗോത്രവർഗത്തിൻ്റെ മേൽ നേടിയ വിജയത്തിൻ്റെ ഓർമ്മ. പിങ്ക് ഫെസ്റ്റിവൽ പ്രണയം വിജയിച്ചതിനാണ്. പക്ഷെ ലോകത്തിൽ ഒരു നാട്ടിൽ മാത്രം ഉത്സവത്തിന് കാരണം വിജയമല്ല, മറിച്ച് തോറ്റുപോകുന്നവരുടെ മടങ്ങിവരവാണ്, വീണുപോകുന്നവരുടെ തിരിച്ചുവരവാണ്. അതുകൊണ്ടാണ് ആ നാടും ആ ജനതയും ആ ഭാഷയും ആര് ചവിട്ടിത്താഴ്ത്തിലും ഇരുളിൻ പാതാളത്തിൽ ഒരിക്കലും ഏതോ പൂർവ്വസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും മാനവ ഹൃദയമെന്ന് പാടുന്ന ആ നാട് ചവിട്ടിത്താഴ്ത്തിയ വാമനന്റെ പാദത്തെ അല്ല, വീണ് പാതാളത്തിൽ പോയിട്ട് മനസ്സുകളിലേക്ക് തിരിച്ചു വരുന്ന മഹാബലിയുടെ മടങ്ങിവരവിനെ ദേശീയോത്സവമായി കാണുന്ന, തോറ്റുപോകുന്നവൻ്റെ തിരിച്ചുവരവിനെ ആഘോഷമായി കാണുന്ന ആ ജനതയാണ് നമ്മൾ എന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുവാൻ, തോൽവിയും സന്തോഷം നിറഞ്ഞതാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അവസരമായി ഈ കലോത്സവത്തിനെ കാണുന്നു. ഒരു 2 മിനിറ്റ് കൂടി പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ മത്സരത്തിലെ 1ാം റാങ്കുകാരനെ കുറിച്ച് കൂടി പറയണോ? ലോകത്തിൽ ഇതുപോലെയൊക്കെ നടന്ന മത്സരങ്ങളുണ്ടല്ലോ. ഇത് അച്ഛനമ്മമാരോടാണ് പ്രത്യേകം, പാരൻസിനോട്, അധ്യാപകരോടാണ്, ഈ കുട്ടികളുടെ കൈപിടിച്ച് നടത്തുന്നവരോടാണ്. ലോകത്തിലെ ആദ്യത്തെ മത്സരം നടന്നത് തേവരയിലൊന്നും അല്ലല്ലോ. ലോകത്തിലെ ആദ്യത്തെ മത്സരം നടന്നത് 1ാം പ്രൈസുകാരനെ, 1ാം റാങ്കുകാരനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ദ ഫസ്റ്റ് എവർ കോൺടെസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ വേൾഡ്. മനുഷ്യലോകത്തിലെ ആദ്യത്തെ ആ പോരാട്ടം നടന്നത് 5 പേർ തമ്മിലാണ്. പരസ്പരം വാശിയോടെ മത്സരിച്ചത്ര 5 പേർ. ഇവരിൽ ആരാണ് 1ാമൻ, ഫസ്റ്റ് പ്രൈസ് എന്നാണ് ചോദ്യം. ഈ 5 പേരും തമ്മിലുള്ള മത്സരം പിണഞ്ഞ് മുറിവുകളൊക്കെ ഉണ്ടാക്കിയപ്പോൾ സാക്ഷാൽ ദൈവം ജൂറിയായി, ജഡ്ജായി വന്നു എന്നാണ് കഥ. ദൈവം എന്ന് പറഞ്ഞാൽ കൃഷ്ണനോ ക്രിസ്തുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ ബുദ്ധനോ ജിനനോ സ്വരാഷ്ട്രനോ പാഴ്സിയോ ശിഖനോ എന്തുമാകാം. അങ്ങനെ ഒരു ദൈവം, എന്തായാലും സത്യസാക്ഷിയായ ദൈവം ജൂറിയായി വന്നു. ഈ 5 പേരെന്ന് പറയുന്നത് ഈ 5 വിരലുകളാണ്. ഇവരിൽ ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്നാണ് മത്സരം. ദൈവം വന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ മുറിവുകളേൽപ്പിച്ച് പരസ്പരം പിണയണ്ട, നിങ്ങളിലെ 1ാം സമ്മാനക്കാരനെ ഇപ്പോൾ കണ്ടെത്തി തരാം, മുന്നിലേക്ക് വന്ന് നിങ്ങളുടെ മിടുക്കെന്താണ്, നിങ്ങളുടെ US
കേമത്തരം ഒറ്റ കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. പെരുവിരൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ തമ്പാണ്. ലോകത്തിലെവിടെയും വിജയി അടയാളപ്പെടുത്തപ്പെടുന്നത് എന്നെ ഉയർത്തിക്കാട്ടുന്ന തമ്പ് ഇംപ്രഷനിലൂടെയാണ്. ഒരു മനുഷ്യനെ തിരിച്ചറിയുവാൻ എന്നെ പതിപ്പിച്ചാൽ മാത്രം മതി. തംസപ്പിലൂടെ വിജയമെങ്കിൽ തമ്പ് ഇംപ്രഷനിലൂടെ മനുഷ്യൻ തിരിച്ചറിയപ്പെടുന്നു. ഇതിനെല്ലാം ഉപരി ലോകത്തിലെവിടെയും കിഴക്കൻ തിമൂറിലായാലും ഇങ്ങ് തേവരയിലായാലും പിറന്നു വീഴുന്ന ഏത് മനുഷ്യക്കിടാവും ആദ്യം നുണയുന്നത് എന്നെയാണ്. ഐ ആം ദ എംബോഡിമെന്റ് ഓഫ് മദർഹുഡ്. ഞാൻ മാതൃത്വത്തിൻ്റെ പ്രതീകമാണ്, തള്ളവിരലെന്നൊക്കെ വിളിക്കും. ശരി, ആയിക്കോട്ടെ എന്നായി ദൈവം. രണ്ടാമത്തെ ആൾ ചൂണ്ടുവിരലാണ്. ചൂണ്ടുവിരൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ചൂണ്ടുന്ന വിരലാണ്, ദുരധികാരത്തിനെതിരെ ചൂണ്ടുന്ന വിരലാണ്, ലക്ഷ്യബോധത്തിൻ്റെ വെടിവെക്കുന്ന അമ്പെയ്യുന്ന ക്യാരം കളിക്കുന്ന വിരൽ ഞാനാണ്, ആളുകളോട് ആജ്ഞാപിക്കാൻ കഴിയുന്ന ആജ്ഞാശക്തിയുള്ള വിരൽ ഞാനാണ്. ഒന്ന് എഴുന്നേൽക്കൂ. യെസ്, അല്ല അങ്ങല്ല, അങ്ങിരിക്കൂ. ഒന്ന് എഴുന്നേൽക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുന്നത് ഞാൻ പറയുന്നത് കൊണ്ടാണ്, അല്ലാതെ ഈ വിരലുകൊണ്ട് ആരും പറയില്ലല്ലോ എഴുന്നേൽക്കാൻ. അമ്മയോട് പറഞ്ഞതല്ല, സ്റ്റാൻഡപ്പ് എന്ന് പറയുന്ന വിരൽ ഇതാണ്. ദൈവം പറഞ്ഞു, കൊള്ളാം. മൂന്നാമത്തെ വിരൽ വന്ന് പറഞ്ഞു, ചർച്ചയും തർക്കവും വേണ്ട, 5 പേരിൽ നായകൻ ഞാനാണ്, മധ്യത്തെ ഹീറോയാണ്, സഹായികൾ വശങ്ങളിൽ. മാത്രമല്ല ഞാനാണ് ദ ഹയസ്റ്റ് ടോളസ്റ്റ്, ഏറ്റവും ഉന്നത ശീർഷൻ, തലപ്പൊക്കമുള്ളവൻ. നാലാമത്തെ വിരൽ ചെറിയ നാണത്തോടെ വന്ന് പറഞ്ഞു, ദൈവമേ 3 വിരലുകൾ പറഞ്ഞത് ശരിയാകണമെങ്കിൽ വിരലുണ്ടാവണമെങ്കിൽ കുട്ടികളുണ്ടാവണ്ടേ, കെട്ടിയോളുണ്ടാവണ്ടേ, വിവാഹം ഉണ്ടാവണ്ടേ, പ്രണയമുണ്ടാകണ്ടേ, ഒരു മോതിരം അണിയിക്കണ്ടേ, അതിന് ഞാൻ തന്നെ വേണം. ഐ ആം ദ മോസ്റ്റ് റൊമാൻറ്റിക് ഫിംഗർ. ദൈവം പറഞ്ഞു, അതും കൊള്ളാം. 5ാമത്തെ ചെറിയ വിരലിനൊന്നും പറയാനില്ലത്രേ. 5ാമത്തെ വിരൽ എന്ന് പറഞ്ഞു, ആദ്യ വിരൽ പറഞ്ഞത് ശരിയാണ്, അവൻ വിജയിയാണ്. 2ാമത്തെ വിരൽ ആജ്ഞാശക്തിയുള്ളവനാണ്. 3ാമത്തേവൻ നായകനും 4ാമത്തേത് പ്രണയവുമാണ്, സമ്മതിച്ചു. പക്ഷേ എനിക്കൊരു സംശയം. അന്ന് ദൈവം ചോദിച്ചതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്, ആ ഉത്തരവുമാണ്. ദൈവം ചോദിച്ചു, ഇനി എന്താ നിന്റെ സംശയമെന്ന്. അന്ന് ഈ ചെറിയ 5ാം വിരൽ പറഞ്ഞത്രേ, ദൈവമേ, വിജയിയാണെന്നുള്ള വിശ്വാസത്തിൽ ഈ 1ാമത്തെ വിരൽ തെറ്റുകൾ ചെയ്യുമ്പോൾ, ആജ്ഞാശക്തിയുടെ അധീശത്വ ഭാവത്തിൽ ഈ 2ാം വിരൽ ഏകാധിപതിയെപ്പോലെ പെരുമാറുമ്പോൾ, നായകത്വത്തിൻ്റെ മൂഢചിന്തയിൽ ഈ 3ാം വിരൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, പ്രണയ ചാമ്പല്യങ്ങളിൽപ്പെട്ട് ഈ 4ാം വിരൽ തളർന്നു പോകുമ്പോൾ, അങ്ങിവരോടെല്ലാം ക്ഷമിക്കുന്നത് ഇവർക്കെല്ലാവർക്കും വേണ്ടി ഞാനിങ്ങനെ 1ാമനായി ഏറ്റവും മുന്നിൽ നിന്ന് കൈകൂപ്പുമ്പോഴല്ലേ എന്നാണ് 5ാമത്തെ വിരൽ ദൈവത്തിനോട് ചോദിച്ചത്. അന്ന് ദൈവം വിധി എഴുതിയത് ഫസ്റ്റ് പ്രൈസ് ഈ 5ാം വിരലിൽ നിന്നാണ്. ദൈവം പറഞ്ഞ കാരണം പക്ഷേ കൈകൂപ്പിയ വിനയമൊന്നുമല്ല, മറിച്ച് പിന്നിലാക്കപ്പെട്ടുപോയ മറ്റ് 4 പേർക്ക് വേണ്ടി എല്ലാം ഏറ്റെടുത്ത് മുന്നിൽ നിൽക്കാൻ കഴിയുന്ന മനസ്സിനാണ് 1ാം സ്ഥാനം. മറ്റുള്ളവർക്ക് വേണ്ടി മുന്നിൽ നിൽക്കാൻ. നാരങ്ങയും സ്പൂണും കളിക്കുമ്പോൾ എന്ത് നിയമം വേണമെന്ന് പരീക്ഷയ്ക്ക് എഴുതാൻ പറഞ്ഞപ്പോൾ അഹാൻ എന്ന തലശ്ശേരിയിലെ കുട്ടി ഹൃദയം കൊണ്ട് അവസാനം ഒരു വാചകം എഴുതി ചേർത്തു, ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നതാണ് മത്സരത്തിൻ്റെ പ്രധാന നിയമമെന്ന്. മുഖ്യമന്ത്രി അവനെ ആശ്ലേഷിച്ചു. സ്പീക്കറോടൊപ്പം അവൻ കഴിഞ്ഞ ദിവസം പ്രാതൽ കഴിച്ചു. കേരളത്തിൻ്റെ നിയമസഭയിൽ അതിഥിയായി വിളിക്കപ്പെട്ടു. നിങ്ങൾക്കും വിജയം എന്നത് വളരെ താൽക്കാലികമാണെന്നും പരാജയം എന്നതാകട്ടെ ഏറ്റവും വലിയ കാറ്റലിസ്റ്റാണെന്നും നമ്മുടെ മക്കളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഞാൻ എൻ്റെ വിജയം എന്നതല്ല, നമ്മളുടെ സന്തോഷം എന്നതാണ് പ്രധാനമെന്ന് മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു ഉത്സവമായി ഇത് മാറട്ടെ എന്ന ആശംസകളോടെ അടച്ചു വയ്ക്കുന്നു വാക്കിൻ്റെ പുസ്തകം സ്നേഹം.